ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ക്രിസ്തുമസിനെ വീടുകളിൽ പുൽക്കൂടുകൾ നിർമ്മിക്കുവാൻ ആഹ്വാനവുമായി ഫ്രാൻസിസ് പാപ്പ. കഴിഞ്ഞ ദിവസം വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഫ്രാൻസിസ് പാപ്പയുടെ സന്ദേശവേളയിലാണ് ആഹ്വാനം നടത്തിയത്. പുൽക്കൂടുകളുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞ പാപ്പ വീടുകളിൽ പുൽക്കൂടുകൾ നിർമ്മിക്കുവാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്തു. നമ്മുടെ ഇടയിൽ വസിക്കുവാൻ ഇറങ്ങിവന്ന യേശുവിനെ ജീവിതത്തിൽ സ്മരിക്കുന്നതിനുള്ള ഒരു വലിയ ഉത്തേജന മാർഗമാണ് ഈ പുൽക്കൂടുകളെന്നും പാപ്പ അനുസ്മരിച്ചു. സ്വേച്ഛാധിപത്യത്തെ തുടർന്ന് കുപ്രസിദ്ധയാർജിച്ച നിക്കാരാഗ്വയിൽ അവശേഷിക്കുന്ന കത്തോലിക്ക സന്യാസിനികൾ രാജ്യം വിടണമെന്ന് മുന്നറിയിപ്പ്. നിക്കാരാഗ്വ പ്രസിഡന്റ് ഡാനിയൽ ഒർട്ടേഗയുടെയും ഭാര്യയും വൈസ് പ്രസിഡന്റുമായ റൊസാരിയോ മുറില്ലോയുടെയും സ്വേച്ഛാധിപത്യ ഭരണകൂടം മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസ സമൂഹം ഉൾപ്പെടെ വിവിധ സന്യാസ സമൂഹങ്ങളെ നേരത്തെ പുറത്താക്കിയിരുന്നു. രാജ്യത്ത് അവശേഷിക്കുന്ന സന്യാസിനികൾ ഡിസംബറോടെ രാജ്യത്തിന് പുറത്തു പോകണമെന്നാണ് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ക്രൈസ്തവ പീഡനത്തെ തുടർന്ന് കൊല്ലപ്പെട്ട 16 കർമ്മലീത്ത സന്യാസിനിമാരെ വിശുദ്ധരായി പ്രഖ്യാപിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുമതി നൽകി. കൂടാതെ 2 രക്തസാക്ഷികളെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നതിനും 3 പേരെ ദേവദാസരായി പ്രഖ്യാപിക്കുന്നതിനും മാർപ്പാപ്പ അംഗീകാരം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വിശുദ്ധരുടെ കാരണങ്ങൾക്കായുള്ള ഡിക്കാസ്റ്ററിയുടെ പുതിയ ഉത്തരവുകൾ പാപ്പ അംഗീകരിച്ചത്. 1789 ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് മാക്സിമിലിയൻ റോബസ്പിയർ പ്രോത്സാഹിപ്പിച്ച പൊതുവധശിക്ഷകളും ശിരച്ഛേദനവും പതിവായിരുന്നു. വത്തിക്കാൻ പ്രാദേശിക ഭരണ സിരാ കേന്ദ്രത്തിന്റെയും ഇറ്റാലിയൻ തപാൽ വിഭാഗത്തിന്റെയും സംയുക്ത സേവനത്തിൽ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ജൂബിലിക്കായി എത്തുന്ന ആളുകൾക്കായി പുതിയ ഒരു തപാൽ ഓഫീസ് തുറക്കുന്നു. ഇന്ന് ഇറ്റാലിയൻ സമയം രാവിലെ 10 മണിക്കാണ് ഉദ്ഘാടനം. വത്തിക്കാൻ രാജ്യത്തിന്റെ ഗവർണറേറ്റ് പ്രസിഡന്റ് കർദിനാൾ ഫെർണാണ്ടോ വെർഗാസ് അൽസാഗയും ഇറ്റാലിയൻ തപാൽ വിഭാഗത്തിന്റെ മേധാവി ഡോക്ടർ ജൂസെപ്പെ ലാസ്കോയും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സമരച്ചൂടിലും പതിവ് തെറ്റാതെ മുനമ്പത്ത് ക്രിസ്തുമസ് ആഘോഷങ്ങൾ. മുനമ്പം വേളാങ്കണ്ണി മാതാ ദേവാലയത്തിന്റെ നേതൃത്വത്തിലാണ് ഏകസ്ഥർക്കായി ക്രിസ്തുമസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. ക്രിസ്തുമസിന്റെ സന്തോഷം പകർന്നുകൊണ്ട് ആഘോഷങ്ങളിൽ പങ്കെടുത്തവർക്ക് സഹവികാരി ആന്റണി തോമസ് സമ്മാനങ്ങൾ നൽകി. ഒരു കാലത്ത് ഇവർക്ക് എല്ലാമായിരുന്നവർ ഇപ്പോൾ അവരോടൊപ്പമില്ല. അതുകൊണ്ട് തന്നെ സമരച്ചൂടിലും അവരോടൊപ്പം ഇടവകയും ഒന്ന് ചേരുന്നു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.